എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നിതാ ഞാനും അമ്മയും കൂടി കടച്ചക്ക പറിക്കാനായിട്ടൊന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് കടച്ചക്ക കൊണ്ട് നമ്മളൊരു മസാലയാണ് തയ്യാറാക്കുന്നത്. 2-3 ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു അത് പറിക്കണമെന്ന്. അപ്പോൾ ഇന്നിതാ ഞാനും അമ്മയും കൂടി ഒരു തോട്ടിയൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കടച്ചക്കയുടെ മരം. കാണാത്ത കുട്ടികൾക്കായിട്ടാണ്. ചില കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല അല്ലേ. എനിക്കും ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഈ ഇടയ്ക്കൊക്കെയാണ് ഞാനും കടച്ചക്കയുടെ മരമൊക്കെ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടായി കിടക്കുന്നുണ്ട്. 2-3 എണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരെണ്ണം പറിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒന്നേ പറിച്ചുള്ളൂ കേട്ടോ. കുറേ മുകളിലായതുകൊണ്ട് നന്നേ ബുദ്ധിമുട്ടി പറിക്കാനായിട്ട്. കാരണം അത്ര ഹൈറ്റിലാണ് കേട്ടോ അത് കിടന്നിരുന്നത്. അങ്ങനെ അമ്മ അത് പറിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ കേടാണോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൂടി പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് അടുത്തത് പറിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ അതെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ നടുക്കേ കൂടി ഞാനൊന്ന് കട്ട് ചെയ്യാണ് ആദ്യം ചെയ്തത്. പക്ഷെ അത് കേടൊന്നും ആയിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പാടുണ്ടായിരുന്നു. പക്ഷെ അത് കേടൊന്നും അല്ല. ഞാൻ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നാളികേരം കൊത്തിയതെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന പൊടികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. കടച്ചക്ക സാധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ വറുത്തരച്ച് വെക്കും, അല്ലെങ്കിൽ മെഴുക്കുവരട്ടി, തോരൻ, അതൊക്കെയാണല്ലോ വയ്ക്കാറുള്ളത്. ഇന്നൊരു വ്യത്യസ്തമായിട്ട് മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ കടച്ചക്ക വേവിക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കുക്കറിലല്ല വേവിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് നമ്മളിതാ കടച്ചക്ക ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ കുക്കറിൽ വേവിച്ചാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോവും. മസാല നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിലല്ല വയ്ക്കണത്. എന്നിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഒരുപാട് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം കടച്ചക്ക പെട്ടെന്ന് വേവുന്ന ഒന്നാണല്ലോ. അപ്പോൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു തവി ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ കുക്കറിൽ വേവിക്കരുത് കേട്ടോ നിങ്ങൾ. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്തുടഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു പാത്രത്തിനകത്ത് സ്റ്റൗവിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു മൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കടച്ചക്കയാണ് സാധനം. പെട്ടെന്ന് വെന്ത് കുഴഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത വരും. അതുകൊണ്ട് 1-2 പ്രാവശ്യം ഇതിനിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കത് അടി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ല വേവായിട്ടുണ്ട്. കുഴയരുത്, ഒന്നൊന്നുമേ വിട്ട് നിൽക്കുന്ന രീതിയിൽ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ മസാല തയ്യാറാക്കുമ്പം നല്ല ടേസ്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഞാനതൊന്ന് പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മസാലയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. ഞാൻ കുറച്ചൊരു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കടുക്. പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്തോളൂ. ടേസ്റ്റ് അതനുസരിച്ചൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും. ഇനി ഇതിനകത്തേക്ക് 2 കറുകപ്പട്ടയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കറുകപ്പട്ടയും അതുപോലെ തന്നെ തക്കോലവും ഗ്രാമ്പും ഉണ്ടെങ്കിൽ അതും ചേർത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രാമ്പും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഗ്രാമ്പു ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ഫ്ലേവറിലാണ് കേട്ടോ നമുക്ക് ഈ കടച്ചക്ക മസാല കിട്ടുന്നത്. മസാലപ്പൊടിയുടെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തേ ഉള്ളൂ. എന്നിട്ട് അത് ആ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുമല്ലോ, അതുപോലെ തന്നെ. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൊത്തിട്ട് കൊടുക്കുക. നാളികേരത്തിൻ്റെ ഈ കൊത്ത് വേറെ വേവിക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ഒന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൻ്റെ കൂടെ ഇനിയും സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റുമ്പോഴേക്കും നമ്മുടെ നാളികേരത്തിൻ്റെ കൊത്തും ഫ്രൈ ആയി തന്നെ നമുക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കടച്ചക്ക ഒന്ന് കഴിച്ചു നോക്കിയിട്ട്, നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതാണല്ലോ, കടച്ചക്കയിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ സവാളയുടെ കൂടെ ഒന്നിട്ട് കൊടുത്തോളൂ. എനിക്ക് ഇട്ട് കൊടുത്ത ഉപ്പ് കറക്റ്റ് ഭാഗമായതുകൊണ്ട് പിന്നെ ചേർക്കേണ്ടി വന്നില്ല കേട്ടോ.
എന്നിട്ട് കുറച്ച് നേരം അതുപോലെ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുമല്ലോ, അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. അറിയാമല്ലോ, നമ്മൾ ഈ ചിക്കനൊക്കെ മസാല വയ്ക്കുമ്പോഴും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴാണ് ടേസ്റ്റ് അല്പം കൂടുതൽ കിട്ടുക. ഇനി ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർത്ത് കൊടുത്തത് 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് കേട്ടോ മസാലയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വേറെ മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുപോലത്തെ മസാലയൊക്കെ റെഡിയാക്കുമ്പം ഇങ്ങനെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് തയ്യാറാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ സാധാരണ കഴിയുന്നതും നോൺ സ്റ്റിക്ക് അങ്ങനെ എടുക്കാറില്ല. ഇതുപോലുള്ള ചിക്കനോ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പം ഇതുപോലെ കുറച്ച് തയ്യാറാക്കുന്ന സമയത്ത് കേട്ടോ ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് റെഡിയാക്കാറുള്ളത്. എന്നിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ വയ്ക്കുക. കാരണം ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടച്ചക്ക നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. വെള്ളം ഇനി കുറച്ച് നമ്മൾ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ കുറേ നേരം മൂടി വെച്ചിട്ട് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം കടച്ചക്കയൊക്കെ ഓൾറെഡി വെന്തതാണ്. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ സ്വല്പം കുരുമുളക് പൊടിയും കൂടി, അത് എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ഇടണ്ട, കുറച്ചൊന്ന് വെതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടച്ചക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. അമ്മ, എനിക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞു തരുമോ? അമ്മ, വലിയ സ്പൂൺ എവിടെ? അമ്മ, കറിവേപ്പില കുറച്ചുകൂടി എടുത്തു തരുമോ?